അഭിമുഖ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു സംഗീത കുടുംബത്തിൽ ജനിച്ച് ചെറുപ്രായം മുതൽ സംഗീതം അഭ്യസിക്കുവാൻ ശ്രമിച്ച് ഒടുവിൽ സംഗീതവും സിനിമയും തലയ്ക്ക് പിടിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇദ്ദേഹത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഏത് ചോദ്യം ചോദിച്ചാലും പാട്ടിലൂടെ അഥവാ സംഗീതത്തിലൂടെ മാത്രം ഇദ്ദേഹം ഉത്തരം പറയുകയുള്ളൂ. മിസ്റ്റർ പി ആപ്പി എന്ന ഈ മഹൽ വ്യക്തിയുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. മിസ്റ്റർ പി ആപ്പി, താങ്കളുടെ പേരിലെ പി എന്നുള്ള ഇനിഷ്യൽ വീട്ടുപേരാണോ? നിങ്ങൾ യഥാർത്ഥ പേരെന്താണ്? പാപ്പി. അപ്പച്ച. അപ്പച്ചനോടോ അമ്മച്ചിയോടോ ഈ പാപ്പിക്ക് സ്നേഹം. ഓ, പാപ്പി എന്നാണല്ലേ പേര്. അമേരിക്കയിൽ വന്നപ്പോൾ സൗകര്യാർത്ഥം പി ആപ്പി എന്ന് മാറ്റിയതായിരിക്കും അല്ലേ? താങ്കളുടെ ജന്മനാട് ഏതാണ്? കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളേച്ചൻ 90 കഴിഞ്ഞപ്പോൾ പെണ്ണ് കെട്ടാൻ പോയി. കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളേച്ചൻ 90 കഴിഞ്ഞപ്പോൾ പെണ്ണ് കെട്ടാൻ പോയി. കോട്ടയത്തുകാരൻ പാപ്പി ഇപ്പോൾ എവിടെയാണ് സ്ഥിരതാമസം? പാമ്പുകൾക്കു മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. താങ്കൾ വളരെയധികം ഇമോഷണൽ ആവുന്നു. ക്ഷമിക്കണം. താങ്കൾക്ക് താല്പര്യമുള്ള ഒരു ചോദ്യം ചോദിക്കാം. താങ്കളുടെ ഒരു ദിവസം എങ്ങനെയാണ് തുടങ്ങുന്നത്? 6 മണി നേരമായാൽ കിടക്കപ്പായെ നോടും, നേരെ ബാറിലേക്ക് ഞാൻ ഓടും, അത് തുറക്കും മുൻപേ കേറും. എന്നും വെളുപ്പാൻ കാലം കണ്ണു തുറക്കുമ്പോൾ 2 വിസിലിൽ കൈവിറയ്ക്കും. താങ്കളുടെ ഭാര്യയെ പറ്റി ചോദിക്കാം. താങ്കളുടെ ഭാര്യയുടെ പേര്? കരിമുകിൽ കാട്ടിലെ രജനിതൻ വീട്ടിലെ. അത് ശരി. രജനിയുടെ നാട് എവിടെയാണ്? കുട്ടനാട് പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ, കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. ഓ തിത്തിത്താരോ തിത്തിത്തേ തിത്തേ തകതേതോ. കുട്ടനാട്ടുകാരി രജനിയെ പറ്റി 2 വാക്ക് പറയാമോ? കറുകറുത്തൊരു പെണ്ണാണ്, കടഞ്ഞെടുത്തൊരു മെയ്യാണ്, കാടിന്റെ ഓമന മോളാണ്, ഞാവൽ പഴത്തിന്റെ ചേലാണ്, എള്ളിക്കറുപ്പ് പുറത്താണ്, ഉള്ളിന്റെ ഉള്ളു തുടുത്താണ്. താങ്കളുടേത് പ്രണയ വിവാഹമാണെന്ന് കേട്ടിട്ടുണ്ട്. അതിന്റെ ആരംഭം എങ്ങനെയായിരുന്നു? ആരാദ്യം പറയും, ആരാദ്യം പറയും, പറയാതിനി വയ്യ, പറയാനും വയ്യ. ആരാദ്യം പറയും. അതിന് തുടർക്കഥ പറയാമോ? അല്ലിയാമ്പൽ കടവിലം നരയ്ക്കു വെള്ളം, അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂവള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. വിവാഹത്തിന് ശേഷമുള്ള ജീവിതം? പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. ഇപ്പോഴത്തെ കുടുംബജീവിതത്തെ കുറിച്ച് 2 വാക്ക് പറയാമോ? എക്കരളിൽ താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി, സമ്മതമായി ചേർന്നു നിന്നാൽ ഉമ്മ തരാം രാക്ഷസി. ഓ രാക്ഷസി. ശരി ശരി, വയലന്റ് ആകേണ്ട. താങ്കളുടെ മക്കൾ എന്ത് ചെയ്യുന്നു? ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു.
അമേരിക്കയിലേക്ക് പുറപ്പെട്ടപ്പോൾ ഭാര്യയുടെ പ്രതികരണം എന്തായിരുന്നു? കടലിനക്കരെ പോണോരെ, കാണാ പൊന്നിന് പോണോരെ, പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും? കൈ നിറയെ പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും? 14-ാം രാവിലെ പാലാഴി തിരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്യ കല്ലു തരാമോ? ഭാര്യ പിരിഞ്ഞിരിക്കുന്ന താങ്കളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ്? ഇക്കരയാണെന്റെ താമസം, അക്കരയാണെന്റെ മാനസം. താങ്കളുടെ സഹോദരിമാരുമായി താങ്കളുടെ ഭാര്യയുടെ ഇടപെടൽ? നാത്തൂനെ നാത്തൂനെ നീ എങ്ങോട്ടോടണ നാത്തൂനെ, ഓ നാത്തൂനെ നാത്തൂനെ നീ എങ്ങോട്ടോടണ നാത്തൂനെ. ഭാര്യയുടെ സഹോദരങ്ങളുമായി താങ്കളുടെ ഇടപെടൽ? പാടാം പാടാം ആരോമൽ സേവകർ പണ്ടങ്കം വെട്ടിയ കഥകൾ, ധീര കഥകൾ, വീര കഥകൾ, അത്ഭുത കഥകൾ പാടാം. അപ്പോൾ സ്വന്തക്കാരും ബന്ധുക്കാരുമായി നല്ല റിലേഷൻഷിപ്പിലാണല്ലോ. സ്വന്തമെന്ന പദത്തിനെന്തർത്ഥം? ബന്ധമെന്ന പദത്തിനെന്തർത്ഥം? സാമ്പത്തിക ഭദ്രതയെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? അമ്മായിയപ്പനു പണമുണ്ടെങ്കിൽ സംബന്ധം പരമാനന്ദം. അമ്മായിയപ്പൻ പിഴയാണെങ്കിൽ സംബന്ധം അസംബന്ധം. അമ്മായിയപ്പനു പണമുണ്ടെങ്കിൽ സംബന്ധം പരമാനന്ദം. താങ്കൾ കേരളത്തിലേക്ക് തിരിച്ചു പോയാൽ ബിസിനസ് തുടങ്ങുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? നീ അറിഞ്ഞോ, മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നീ അറിഞ്ഞോ, മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. താങ്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം? അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുളി ഇട്ടു വെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്. താങ്കൾക്ക് ഈ കൊല്ലത്തെ CDMA ക്രിസ്മസ് ഹൗസ് കരോളിംഗ്? രാജാവിൻ രാജാവ് എഴുന്നള്ളുന്നു, ദേവന്റെ ദേവൻ എഴുന്നള്ളുന്നു, വരവീതി ഒരുക്കി മാലാഖമാർ, പുൽമത്ത വിരിച്ചു ഇടയന്മാർ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മനോഹരമായിരിക്കുന്നു. താങ്കളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന കവിയെ പുറത്തു കൊണ്ടുവന്നതിന് ആരോടെങ്കിലും നന്ദി പറയുവാനുണ്ടോ? നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു? ഭൂമിയിൽ വന്ന അവതാരമെടുക്കാൻ എനിക്കിന്ന് പാതിമെയ്യായ പിതാവിനോ, പിന്നതിൽ പാതിമെയ്യായ മാതാവിനോ, പിന്നെയും 10 മാസം ചുമന്നെന്നെ ഞാനാക്കിയ ഗർഭപാത്രത്തിനോ നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു? സമയം അതിക്രമിച്ചിരിക്കുന്നു. താങ്കൾക്ക് എന്താണ് പ്രേക്ഷകരോട് പറയുവാനുള്ളത്? ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, കൊണ്ടുവാ. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കിട്ട താങ്കൾക്ക് CDMA അഭിമുഖ പരിപാടിയുടെ ഒരു ഗിഫ്റ്റ് ചെക്ക് സമ്മാനമായി തരുന്നു. സ്വീകരിച്ചാലും. സന്തോഷ സൂചകമായി തന്നത് സ്വീകരിച്ചു. സന്തോഷത്തോടെ ഞാനിതാ പോകുന്നു, ഞാൻ പോകുന്നു, ഞാൻ പോകുന്നു. നന്ദി, നമസ്കാരം.